എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കർക്കിടക മാസത്തിൽ അല്ല ഈ മഴക്കാലത്ത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് പറഞ്ഞു. ഇനി കർക്കിടക ചികിത്സയുടെ പ്രാധാന്യം എന്താണ്, കർക്കിടക ചികിത്സയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നതിനെ കുറിച്ച് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഈ കർക്കിടക മാസത്തിൽ അതായത് റെയിനി സീസണിൽ പൊതുവെ നമ്മുടെ ശരീരബലവും ദഹനശക്തിയൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. ദോഷങ്ങളും ഒരു ഇംബാലൻസ്ഡ് സ്റ്റേജിലിരിക്കുന്ന ഒരു സമയമാണ്. അതിൽ പ്രത്യേകിച്ച് വാദം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ റെയിനി സീസൺ എന്ന് പറയുന്നത്. അപ്പം നമ്മളെ വേദനകളൊക്കെ ഒന്ന് അധികരിച്ചിരിക്കും, എന്തെങ്കിലും വേദനകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ. അപ്പോൾ ഈ കർക്കിടക ചികിത്സയിൽ ഈ എണ്ണ തേച്ച് കുളി, അതുപോലെ വിവിധതരം കിഴികൾ വരുന്നുണ്ട്, എണ്ണ തേച്ച് കുളിക്കുന്നത് വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് നമ്മളെ ശരീരബലം വർദ്ധിപ്പിക്കാനും ദഹനശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വേദനകളും ഇതുവഴി നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും. ഇനി ഈ എണ്ണ തേച്ച് കുളിയും കിഴികളും ഇത് മാത്രമാണോ അല്ലെങ്കിൽ ഒരു കർക്കിടകത്തിലെ ചികിത്സയുടെ ഭാഗമാക്കേണ്ടത്? അല്ല, അത് ഒരു തെറ്റായ ധാരണയാണ്. ഈ റെയിനി സീസണിൽ നമ്മുടെ ഓരോ റെയിനി സീസണിൽ നിന്ന് മാത്രമല്ല, എല്ലാ ഋതുക്കളിലും ആ ഋതുവിനനുസരിച്ച്, അതായത് ആ സീസണിനനുസരിച്ചും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസരിച്ചും ആചാര്യന്മാർ ഓരോ ശോധന കർമ്മങ്ങൾ പറയുന്നുണ്ട്. അതായത് പഞ്ചവിധ ശോധനങ്ങൾ ഉണ്ട് ആയുർവേദത്തിൽ. അതാണ് ഈ പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ പൂർവ്വകർമ്മങ്ങളാണ് ഈ എണ്ണ തേച്ച് കുളിയും അതേപോലെ പലതരം കിഴികളും ഒക്കെ. അപ്പൊ ഈ ശോധന കർമ്മം കൂടെ ചെയ്താലാണ് ശരിക്കും ഒരു ഋതുവിൽ നമ്മൾ ചെയ്യേണ്ട ചികിത്സ പൂർണ്ണമാവുന്നത്. അപ്പൊ അത് ഒരു വൈദ്യനിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അതിൽ വമനം, വിരേചനം, വസ്തി, അങ്ങനെ നസ്യം, അങ്ങനെ രക്തമോക്ഷം, അങ്ങനെ ഒരുപാട് 5 വിധ കർമ്മങ്ങളാണ് ഉള്ളത്. അപ്പൊ അതൊരു വൈദ്യനിർദ്ദേശപ്രകാരം തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് നമ്മളെ ശരീരത്തിനെ നമ്മൾ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബോഡി ഇമ്മ്യൂണിറ്റി കൂടും, അതേപോലെ നമ്മളെ ദഹനശക്തി വർദ്ധിപ്പിക്കും. അപ്പോൾ കുറച്ചു കാലത്തേക്ക് നമുക്ക് ഒരു ആരോഗ്യത്തോടെ തന്നെ നിൽക്കാൻ ഇത് നമ്മളെ സഹായിക്കും. ഇനി കർക്കിടകത്തിൽ ചെയ്തു അതുകൊണ്ട് ഇനി രോഗങ്ങളൊന്നും വരില്ല എന്നല്ല. അപ്പൊ ഇനി അടുത്ത ഋതുവിൽ വരുമ്പം ആ ഒരു സീസണിന് അനുസരിച്ചിട്ടുള്ള ജീവിതചര്യയിലും അതേപോലെ നമ്മുടെ ആഹാരത്തിലും ഒക്കെ മാറ്റം വരുത്തി ഇത് അതുപോലെ തന്നെ കൊണ്ടുപോവാൻ എല്ലാവരും ശ്രമിക്കണം. എന്നാൽ ഒരു പരിധി ഋതുചര്യയും ദിനചര്യയും ഒക്കെ നമ്മൾ ശീലമാക്കിയാൽ ഒരു പരിധി വരെ നമുക്ക് ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികളെയും അതുപോലെ തന്നെ മറ്റുള്ള അസുഖങ്ങളെയും ഒക്കെ തടയാൻ സഹായിക്കും. ഇനി നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു ആചാരമാണ് ആദ്യത്തെ കർക്കിടക മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കയ്യിലും കാലിലും ഒക്കെ മൈലാഞ്ചി ഇടുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ പൂർവികര് വളരെ ബുദ്ധിമാന്മാരാണ്. എന്നുവെച്ചാൽ ഇതൊരു ആചാരത്തിന്റെ ഭാഗമാക്കിയാൽ എല്ലാവരും അത് ശീലിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്തായിരിക്കും മൈലാഞ്ചി ഇടുന്നതിലുള്ള അതിന്റെ ഒരു ശാസ്ത്രീയ വശം എന്തായിരിക്കും? അപ്പൊ മഴക്കാലത്ത് നമ്മൾ പൊതുവെ ഇറങ്ങി നടക്കുമ്പോൾ, ചെരുപ്പിടാതെയൊക്കെ ഇറങ്ങി നടക്കുമ്പം നമ്മുടെ കാലിലൊക്കെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ഈ ഒരു മൈലാഞ്ചി ഇടുന്ന ഒരു ശീലം കർക്കിടക മാസത്തിൽ ഉണ്ടായത്. അപ്പോൾ മൈലാഞ്ചി ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊക്കെ ഇടാൻ ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത്. അപ്പോൾ പല ഫംഗൽ ഇൻഫെക്ഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുവഴി തടയാൻ സാധിക്കും. അതേപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പത്തിലത്തോരൻ, അതായത് കുടങ്ങലിൻ്റെ ഇല, പയറില, മത്തൻ്റെ ഇല, കോവലിൻ്റെ ഇല, ചീര, ചേമ്പന്താൾ, ഇതൊക്കെ നമ്മളുടെ ആഹാരത്തിൽ കൊണ്ടുവരാൻ പരമാവധി ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു വൈദ്യനിർദ്ദേശപ്രകാരമുള്ള കർക്കിടക ചികിത്സ ചെയ്യാൻ എല്ലാവരും ഈ ഒരു സമയം, കുറച്ച് സമയം അതിനു വേണ്ടി മാറ്റിവെക്കുക. താങ്ക് യു.